നമുക്കിനി കാറിൽ കയറിയിട്ട് കാണാം. ഇത് കണ്ടോ, ഇവിടെ നിങ്ങോട്ട് വരുന്നത് ഞാൻ ഈ ഒരു കുഴി കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങിയൊന്നുമില്ല. നമ്മുടെ UDID കാർഡ് എന്നൊരു സംഭവമുണ്ട് ഞങ്ങൾ ഡിഫറെൻ്റ് ലേബിളിന്, അതും നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ എംപ്ലോയ്മെൻറ്റ് കാർഡൊക്കെ ഉണ്ട്. അതൊക്കെ ഹായ്, നമസ്കാരം. വീണ്ടും പിന്നെ മഴക്കാലം അങ്ങനെ തുടങ്ങിയിരിക്കുകയാണല്ലേ. ഇന്നലെ മുതൽ മഴയോ മഴ, ഇന്നലെ രാത്രിയിൽക്കൂടെ ഭയങ്കര മഴ. ഇപ്പോഴും ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിക്ക് മഴ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെടുത്തോണ്ട് വരണം? അത് കഴുകാൻ പോയി അതാ പറഞ്ഞേ, കഴുകാൻ പോയി വണ്ടി. ലിക്വിഡ് നിറയ്ക്കാൻ വേണ്ടി പോയതാ. കോളേജ് എത്തിയേ. ഇങ്ങോട്ട് വരുന്ന വഴിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അച്ഛൻ്റെ ഫോണിൽ വീഡിയോ കോൾ തന്നിരിക്കുകയായിരുന്നു. ഇത് തന്നെയാണല്ലോ ഷൂട്ടിങ്ങൊക്കെ. അതുകൊണ്ടിപ്പം ഇച്ചിരി തുറന്ന് നിൽക്കാൻ മഴ. ഇത്ര നിങ്ങളോട് വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. എൻ്റെ അമ്മ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് 30-ാം തീയതിയാണ്. കഴിഞ്ഞ 30-ാം തീയതിയാണ് വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടാവണേ. ഇന്നിപ്പോൾ കറക്റ്റ് 1 മാസമാണ്. ഇതല്ലേ, വേറെ വലിയ ദുരന്തങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയല്ലോ. ഉച്ചയായ സമയം ഞാൻ വീട്ടിലേക്ക് പോവാണ്. പിന്നെ നോക്കൂ, ഞാൻ ബാഗ് എടുത്തിട്ടില്ല. ബാഗ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗിൽ സത്യം പറഞ്ഞാൽ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും പിന്നെ വൈറ്റ് കെയിൻ മാത്രമേ ഉള്ളൂ. വൈറ്റ് കെയിൻ ഞാൻ കാണിച്ചിട്ടുണ്ട് വീട്ടിൽ, അപ്പോൾ എന്നൊന്നും അറിയായിരിക്കും. അപ്പം ഉച്ച വരുമ്പോൾ വെറുതെ ഇതൊക്കെ എടുത്തുകൊണ്ട് വരണ്ടല്ലോ, വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഉച്ച വരെയൊക്കെയാണ് ഞാൻ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ ഞാനിപ്പോൾ ബാഗ് എടുക്കാറില്ല. വെറുതെ ക്യാരി ചെയ്യണ്ടേ, എന്തിനാ, അതുകൊണ്ട്. അപ്പം ഞാൻ ബാഗ് എടുത്തിട്ടില്ല. പിന്നെ അപ്പം നമ്മൾ പോകണമെന്നറിയോ, സ്പെഷ്യൽ എംപ്ലോയ്മെൻറ്റ്, അതായത് നമ്മളെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിച്ചിട്ടുണ്ട് അവർ. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇന്നലെയാണ് വിളി വന്നത്. അപ്പം എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ആ കാര്യം തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയും കൂടെയാണ്. എനിക്ക് ഇൻറ്റേർണൽസ് നടന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻറ്റേർണൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അമ്മച്ചൊക്കെ ഇവിടെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിനി കാറിൽ കയറിയിട്ട് കാണാം. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഈ ഒരു കുഴി കണ്ടില്ലായിരുന്നു. കാലിടറിപ്പോയി ഇവിടെ നിന്ന് വന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഇത് ആദ്യ വെളിച്ചത്തിലൂടെ ഞാൻ നമ്മുടെ സെഗ്മെൻറ്റിന് ഒരു ഇതിപ്പോൾ നടന്നു വന്നപ്പോൾ തന്നെ കിട്ടി. അതായത് എനിക്ക് ഇങ്ങനെ ഇപ്പം നിങ്ങളിങ്ങോട്ട് നിന്നപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഞാൻ ഫോൺ നോക്കിയിട്ടില്ല നടക്കുന്നത്, ഫോണിലേക്ക് നോക്കിയിട്ടില്ല. നോർമലി നടക്കുന്നുണ്ട് നടന്നാൽ ഞാൻ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇറക്ക് ഞാൻ പെട്ടെന്ന് കണ്ടില്ല. ഇവിടെ ഈ ബൈക്കുള്ളതുകൊണ്ട് ഞാൻ ഇതുവഴി ഇങ്ങനെ പാസ്സായപ്പോൾ പറ്റിപ്പോയതാണത്. മനസ്സിലായില്ലേ? അപ്പം ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഇറക്കങ്ങൾ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ വഴിയല്ലേ പാസ് പോകും. ഈ വഴി അങ്ങനെ പാസ്സായിട്ടേ ഇല്ല. അപ്പോൾ ഈ വഴി എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സ്ഥലത്ത് വരികയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതാണ്, കാണാൻ പറ്റുന്നിടത്തൊക്കെ കാണും, പക്ഷേ അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലായിരുന്നോ? അതാണ്, ഒന്നും പറ്റിയില്ല കേട്ടോ, ചെറുതായിട്ടൊന്നും ഇതായിരുന്നേ ഉള്ളൂ. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. പിന്നെ കാർ കയറിട്ട് വേണം.
അപ്പോൾ നമ്മളിത് അങ്ങനെ എംപ്ലോയ്മെൻറ്റിലെത്തിക്കൊണ്ടോ. നമ്മൾ നേരത്തെ വലിയ ക്യൂ ഉണ്ടെന്തായിരുന്നു. അതിൻ്റെ ആണോ ക്യൂ ഉണ്ട്? ഓ ഓക്കെ. നമ്മൾ ഞങ്ങളുടെ കൊണ്ടേ മുകളിൽ കയറിപ്പോ. ഇപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അവരോടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിറങ്ങി. ഒന്നുമില്ല, നമ്മുടെ UDID കാർഡ് എന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഡിഫറെൻറ്റ് ലേബിൾഡിന് അതും നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ എംപ്ലോയ്മെൻറ്റ് കാർഡൊക്കെ ഉണ്ട്. അതൊക്കെ ചുമ്മാ ഒന്ന് നോക്കി ഇട്ട് വിട്ടു. നിങ്ങളെന്താ വരാത്തേ? ഞാൻ ഈ കോട്ടൺ ബെഡ്ഷീറ്റൊക്കെ അവിടെ നല്ല മേടിക്കുന്നത്. എറണാകുളത്തെ ഇവിടുന്ന് നല്ല ചിലവുണ്ടാവും. അതല്ലേ ഇവിടെ എംപ്ലോയ്മെൻ്റ് അല്ലേ, ആൾക്കാർ വരുന്നതല്ലേ. അങ്ങുണ്ട്. പിഗ്നീസോ? ഇത് എനിക്ക് ഇതിൻ്റെ ഗ്രില്ല് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്രില്ലല്ലേ നമ്മുടെ ഗ്രില്ലിനൊക്കെ നല്ല എന്താ നല്ല രസമാണ്. ഇതുണ്ട്. ഇത് ചെങ്കല്ലിൻ്റെ പൊടിയാണ്. അതുകൊണ്ട് ഇവിടെ ചെടി ഡേ നീ കിടക്കടി. നീ അവക്ക് ഇച്ചിരി സ്ഥലം കൊടുക്ക. നീ മൊത്തം സീറ്റ് നിരത്തി വെച്ചേക്കല്ലേ? മൊത്തം സീറ്റ് ഞാനാണോ നിരത്തി വെച്ചേക്കുന്നത്? നീ അവിടെ എടി എഴുന്നേക്ക്. എനിക്കറിയോ കാറ്റ് കൊണ്ട് വന്നു. നീ വിസ്തരിച്ചാൽ കിടക്കും അല്ലടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കപ്പം നാളെ കണ്ടുകൂട്ടാം. അതുവരേക്കും ടാറ്റാ.